ജില്ലയിലേക്ക് ഭാരത് അരിയുടെ വിതരണം എത്തുന്ന സാഹചര്യം കല്ലൂർ പാവക്കുളം ക്ഷേത്രാങ്കണത്തിലാണ് വിതരണമെന്ന് മനസ്സിലാകുന്നു. 10 കിലോ പാക്കറ്റുകൾ മൊബൈൽ നമ്പർ കൊടുത്താൽ ലഭ്യമാകും വിധത്തിൽ. റേഷൻ കാർഡ് ഒന്നും കൊണ്ടുപോകേണ്ടതില്ല. എത്രത്തോളം പ്രതീക്ഷയിലായിരിക്കും പ്രദേശവാസികൾ ജില്ലയിലുള്ളവർ എന്നുള്ളതാണ്. ലക്ഷ്മി, ഭാരത് അരിയുടെ വിതരണം വലിയ രീതിയിൽ ആവേശം ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ തൃശ്ശൂരാണ് ഇത് ആരംഭിച്ചതെങ്കിലും എല്ലാ ജില്ലകളിലേക്കും ഈ ഭാരത് അരിയുടെ വിതരണം എത്തിക്കഴിഞ്ഞു. എറണാകുളത്ത് പാവക്കുളം ക്ഷേത്രാങ്കണത്തിലാണ് ഭാരത് അരിയുടെ വിതരണം ഇന്ന് നടക്കുന്നത്. റേഷൻ കാർഡൊന്നും വേണ്ട, ഒരു രേഖകളുടെ ആവശ്യമില്ല. 10 കിലോ ഒപ്പം തന്നെ 5 കിലോ പാക്കറ്റുകളാണ് ഓരോ വ്യക്തിക്കും കിട്ടുക. 29 രൂപയാണ് അരിയുടെ വില. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം, ഒരുപക്ഷെ ആവശ്യക്കാർ കൂടുതൽ ഉണ്ടാകും. കാരണം നമുക്കറിയാം, പൊതുവിപണിയിൽ അരിയുടെ ഇന്നത്തെ വില 42-43 രൂപയാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് അത്രയും രൂപയ്ക്ക് അരി വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇടത്തരക്കാരെ സംബന്ധിച്ചും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭാരത് അരി ആശ്രയിക്കുന്നവർ ഏറ്റവും കൂടുതൽ സാധാരണക്കാരും ഇടത്തരക്കാരുമാണ്. നേരത്തെ നമുക്ക് പാലക്കാടൊക്കെ തന്നെ ഈ ഭാരത് അരി വിതരണം ചെയ്ത സമയത്ത് വളരെ വലിയൊരു ആവേശകരമായിട്ടുള്ള ആൾക്കൂട്ടം അല്ലെങ്കിൽ ഒരു പങ്കാളിത്തം ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. 1000-ഓളം പേരൊക്കെ തന്നെ ആ വിതരണം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. വീട്ടമ്മമാരടക്കം അതീവ സന്തോഷകരമായിട്ടാണ് ആ ഒരു പ്രവൃത്തിയെ നോക്കിക്കണ്ടത്. മാത്രവുമല്ല, വളരെ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം ഇത് സാധാരണക്കാർക്ക് നൽകുന്നുണ്ട്. പട്ടിണി മാറ്റും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വിലക്കയറ്റം അത് അവരെ ബാധിക്കാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ തരത്തിൽ ഭാരത് അരി, ആട്ട, ഒപ്പം തന്നെ കടലപ്പരിപ്പ് എന്നിവ വിതരണം ചെയ്യുന്ന വലിയ വിലക്കുറവിൽ വിതരണം ചെയ്യുന്ന സാഹചര്യം കല്ലൂർ പാവക്കുളം ക്ഷേത്രാങ്കണത്തിലാണ് ജില്ലയിലെ ഭാരത് അരിയുടെ വിതരണം.